നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഇന്ത്യൻ ഇൻഡെക്സുകൾ നിഫ്റ്റിയും സെൻസെക്സും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 25,423 ക്ലോസ് ചെയ്തു, 93 പോയിന്റിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. സെൻസെക്സ് 83,013 ക്ലോസ് ചെയ്തു, 320 പോയിന്റിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. ഏതാണ്ട് 0.4% അടുത്താണ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി 55,727 ക്ലോസ് ചെയ്തു, 234 പോയിന്റിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. മിഡ് ക്യാപ്പ് 0.35%, അതുപോലെ സ്മോൾ ക്യാപ്പ് 0.3% ഗെയിനോടുകൂടി ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT, ഫാർമ, FMCG സെക്ടർ പോസിറ്റീവിലും അതുപോലെ തന്നെ PSU ബാങ്ക്സ്, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ നെഗറ്റീവിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് ഗ്ലോബൽ മാർക്കറ്റിനെ മൊത്തത്തിലൊരു പോസിറ്റീവിലേക്ക് നയിച്ചത്. അതുകൂടാതെ തന്നെ ഈ വർഷം 2 പ്രാവശ്യം കൂടെ കട്ടുണ്ടാകും എന്ന് പറയുന്നു. അത് മൊത്തത്തിൽ എല്ലാ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. ഫെഡ് ചെയർമാൻ പറഞ്ഞ ഒരു കമൻറ്റ്, ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ് എന്നുള്ളൊരു കമൻറ്റാണ് പറഞ്ഞത്. ഇതേ തുടർന്ന് അമേരിക്കൻ മാർക്കറ്റുകൾ ഒന്ന് കറക്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് മിക്സഡായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇതിന് മറ്റൊരു റീസണോടുണ്ട്. NVIDIAയുടെ ചിപ്പുകൾ ചൈന അധികം പർച്ചേസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് നാസ്ദാക്ക്, ടെക്നോളജി ഓഹരികൾ ഏറ്റവും കൂടുതൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ നാസ്ദാക്ക് മൈനസിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. പൊതുവേ ആഗോളതലത്തിലുള്ള മിക്ക മാർക്കറ്റുകളും ഇൻഡെക്സുകളും പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾ ടൈം ഹൈ ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഇൻട്രസ്റ്റ് റേറ്റ് അമേരിക്കയിൽ കുറയ്ക്കുന്നത് കൊണ്ട് നിക്ഷേപങ്ങളുടെ പലിശ കുറയ്ക്കുകയും അവിടെയുള്ള ആൾക്കാർ അതായത് പുറത്തെ എമർജിങ് കൺട്രീസിലേക്ക് ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയ ഫണ്ട് ഇത് തിരിച്ചൊരു പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ ഒരു അവസരവും കൂടെ ഇത് ഒരുക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ നമുക്കറിയാം GDP ഡേറ്റ 6.5% ആണ്. ലോകത്തിലെ ഏക രാഷ്ട്രമാണ് ഏതാണ്ട് 6% മുകളിൽ ഇത്ര വളർച്ച കാണിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ FISന് ഇന്ത്യ അവഗണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മറ്റൊന്ന്, ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾക്ക് അമേരിക്ക സന്നദ്ധമായതും ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും, അതുകൂടാതെ തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും ഏതാണ്ട് 100% തീരുവ ചുമത്തണമെന്ന ട്രംപിൻ്റെ ആവശ്യം യൂറോപ്യൻ യൂണിയൻ നിരാകരിച്ചതും ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യാൻ ഇപ്പോൾ സഹായിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കിയാൽ യെസ് ബാങ്കിലെ പങ്കാളിത്തം ഫെഡറൽ ബാങ്കും SBIയും വിറ്റൊഴിയുന്നുണ്ട്. ഒരു ജപ്പാൻ കമ്പനി ഇത് വാങ്ങുന്നുണ്ട്. മറ്റൊന്ന്, ഷിപ്പ്യാർഡിന് ONGCയിൽ നിന്നൊരു 200 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അദാനി 30,000 കോടി രൂപ പോർട്ട് ബിസിനസ്സുകളിൽ വീണ്ടും മുടക്കുന്നുണ്ട്. മറ്റൊന്ന്, NTPC ഏതാണ്ട് 2,800 മെഗാവാട്ടിൻ്റെ പ്രോജക്റ്റ് രാജസ്ഥാനിൽ, ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് രാജസ്ഥാനിൽ തുടങ്ങുന്നുണ്ട്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ UKയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അതുപോലെ തന്നെ US-ൻ്റെ ജോബ് ഡേറ്റയുമാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡായിട്ടാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. US ഫ്യൂച്ചേഴ്സും ഇപ്പോൾ പോസിറ്റീവിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.